ജീവിതത്തിൽ എപ്പോഴും പോരായ്മകൾ കണ്ട് ദുഃഖിക്കുന്നവരുണ്ട്. വരൾച്ചപ്പെട്ട ജീവിതം, ഉണങ്ങി വരണ്ട തോടുകളെ, വെള്ളമില്ലാത്ത കിണറുകളെ കണ്ട്, പൊട്ടക്കിണറുകളെ കണ്ട് ഭാരപ്പെടുന്ന ജീവിതങ്ങൾ, എന്ത് ചെയ്തിരുന്നാലും ഫലം തരാത്ത അനുഭവം, അടുത്ത കാലത്തൊന്നും ഇനിയും ഫലം വരാൻ പോകുന്നില്ല എന്ന ഒരു പ്രത്യാശയില്ലായ്മ, ഇങ്ങനെയൊക്കെയുള്ള ഭാരങ്ങൾ കൊണ്ട് നിറയുന്ന ജീവിതങ്ങളോട് ഈ പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ ആത്മാവിന് കൊടുക്കുവാൻ ചില സന്ദേശങ്ങൾ ഉണ്ട്. ദൈവത്തിൻ്റെ പരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രഭാതയാമം കാണുവാൻ കർത്താവ് നമുക്ക് വീണ്ടും ഭാഗ്യം തന്നതിനായി ദൈവത്തെ സ്തുതിക്കുന്നു. പെന്തക്കോസ്റ്റ് മെസ്സഞ്ചർ യൂട്യൂബ് ചാനലിൽ കൂടെ ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ചിന്തയ്ക്കായി തിരുവചനത്തിൽ നിന്നും ഒരു വേദഭാഗം നമുക്ക് വായിക്കാം. യെശയ്യാ പ്രവചനം 32-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യം. ഉയരത്തിൽ നിന്ന് ആത്മാവിനെ നമ്മുടെ മേൽ പകരുവോളം തന്നെ അപ്പോൾ മരുഭൂമി ഉദ്യാനമായി തീരും, ഉദ്യാനം വനമായി എണ്ണപ്പെടും. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ജീവിതത്തിൽ മരുഭൂമിയുടെ അനുഭവം കണ്ട് ഭാരപ്പെട്ട് എന്നാണ് ഈ ഒരു വരൾച്ച മാറി ഒരു മഴ പെയ്യുന്നത്? ഒരു നനവുള്ള ദേശത്തിൻ്റെ ഉടമയായി എപ്പോൾ മാറും? നടുന്നതെല്ലാം ഇപ്പോൾ ഉണങ്ങി വരണ്ടു പോവുക. കാരണം മരുഭൂമിയാണ്, മഴയില്ല, വരൾച്ച, തോടുകളെല്ലാം വറ്റി വരണ്ടു, കിണറുകൾ പൊട്ടക്കിണറുകളായി മാറി, വെള്ളം കോരുവാനും കുടിക്കുവാനും വഴിയില്ലാതെ ദീർഘദൂരം സഞ്ചരിച്ച് ദൂരെ നിന്ന് വെള്ളം കൊണ്ടുവരുന്ന അവസ്ഥ. വേനൽക്കാലത്ത് അങ്ങനെയൊക്കെയാണ്. നമ്മുടെ നാട്ടിലൊക്കെ വേനൽക്കാലം തുടങ്ങി. ചില മലയോര പ്രദേശങ്ങളിലൊക്കെ ചെന്നാൽ ദീർഘദൂരം നടന്ന പാത്രങ്ങളിൽ വെള്ളം ചുമ്മിക്കൊണ്ട് വരുന്ന ആ പഴയ അനുഭവങ്ങളെയൊക്കെ ഇപ്പോഴും ഗ്രാമപ്രദേശങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയും. കാരണം അവരുടെ അടുത്തുള്ള കിണറുകളെല്ലാം വറ്റി വരൾച്ചയാണ്. ഒരു കൂട്ടം ജനങ്ങളുടെ ഒരു ദുഃഖകരമായ ചോദ്യം, ഈ വരൾച്ച എന്ന് മാറും? പ്രത്യാശയില്ലാത്ത അല്ലെങ്കിൽ പ്രത്യാശ നഷ്ടപ്പെട്ടു പോയതായ ചിലർ പറയും, ഇനിയും മഴ പെയ്യുവാൻ പോകുന്നില്ല, ഇനിയും മഴ പെയ്താലും പ്രയോജനമില്ല, ഇനിയും എന്തെങ്കിലും നട്ടാലും അത് കിളിക്കില്ല എന്നെല്ലാം പറഞ്ഞ് നിരാശപ്പെടുന്ന ജീവിതങ്ങൾ. ദൈവത്തിന് സ്തോത്രം. ഇസ്രായേൽ ജനത്തിൻ്റെ ഇടയിലും അങ്ങനെയൊക്കെയുള്ള ജനങ്ങൾ കുറേ ഉണ്ടായിരുന്നു. ഇസ്രായേൽ ജനത്തിൻ്റെ ഇടയിൽ തന്നെയല്ല, നമ്മുടെ ഇടയിലും ഉണ്ട്. പ്രത്യാശ നഷ്ടപ്പെട്ടു പോയാൽ ഇങ്ങനെയുള്ള വാക്കുകളാണ് നമ്മുടെ നാവിൽ നിന്ന് വരുന്നത്. ഇനിയും ഒരിക്കലും നന്മ കാണുകയില്ല എന്ന് നമ്മൾ പറഞ്ഞ് നമ്മെ തന്നെ ശപിക്കും, നമ്മളെ തന്നെ നിരാശപ്പെടുത്തും. ഉണ്ടായിരുന്ന ശക്തി മുഴുവനും ക്ഷയിച്ചു പോകും. നമ്മളോട് സംസാരിക്കുന്നവരുടെയും ആ ശക്തി ക്ഷയിപ്പിക്കുന്നതായ വാക്കുകൾ നമ്മളിൽ നിന്ന് ഉയരും. കാരണം നമുക്ക് നഷ്ടപ്പെട്ട പ്രത്യാശ അത് തിരികെ വരുമോ? ഒരു സന്തോഷം തിരികെ വരുമോ? നമ്മുടെ ഭവനത്തിൽ ഇനി സന്തോഷം കാണുമോ? ചിലരുടെ ജീവിതത്തിൽ, കുടുംബജീവിതത്തിൽ താളം തെറ്റിയാൽ ഇനിയും എൻ്റെ കുടുംബജീവിതം ശരിയാകത്തില്ല എന്ന് ചിന്തിക്കുന്നവരുണ്ട്. ചിലരുടെ കുഞ്ഞുങ്ങളെക്കുറിച്ച് ചിലർ വിചാരിക്കുന്ന അങ്ങനെയാണ്, ഇനി എൻ്റെ കുഞ്ഞുങ്ങൾ ശരിയാകാൻ പോകുന്നില്ല. ചെറുപ്പം മുതലേ അനുസരണക്കേട് കാണിച്ചതായ കുഞ്ഞുങ്ങൾ, അല്ലെങ്കിൽ വഴിവിട്ടുപോയ ജീവിതങ്ങൾ, ഇങ്ങനെയൊക്കെ നമ്മളെ തന്നെ എനിക്കെന്താ ഇങ്ങനെ ഭവിച്ചത് എന്നൊക്കെ പേറിക്കൊണ്ട് പറഞ്ഞുകൊണ്ട് ജീവിതത്തിൽ പ്രത്യാശ നഷ്ടപ്പെട്ടു പോകുന്ന അനുഭവം വിശ്വാസികൾക്കും അങ്ങനെയുണ്ട്. ഒരു കാലത്ത് ഐശ്വര്യമുണ്ടായിരുന്നു, ഒരു കാലത്ത് വളരെയധികം ഫലഭൂയിഷ്ടമായിട്ടുള്ളവരെ അനുഭവം നമുക്കുണ്ടായിരുന്നു. എന്നാൽ ആ കാലങ്ങൾ മാറി മറിഞ്ഞു. എന്നാൽ അങ്ങനെ ഇരിക്കുന്നതായ ഒരു കാലയളവിൽ പ്രവാചകൻ പറയുകയാണ്, യഹോവയുടെ ആത്മാവ് ഉയരത്തിൽ നിന്ന് നമ്മുടെ മേൽ വരുവോളം ആ മരുഭൂമി തന്നെ ആയിരിക്കും. അതെന്താ അങ്ങനെ? ആത്മാവില്ലാത്തിടത്ത് ഒരു ജീവനം ഉണ്ടാകുകയില്ല. ആത്മീകമായ ഭാഷയിൽ ഈ ആത്മാവ് നമ്മുടെ മേൽ വരുമ്പോൾ മരുഭൂമി ഉദ്യാനമായി തീരും, ഉദ്യാനം വനമായി എണ്ണപ്പെടും. എന്ന് പറഞ്ഞാൽ ഉദ്യാനത്തിൽ നിന്നും ഒരു വളർച്ച. അവിടെ വൃക്ഷങ്ങളുണ്ടായി, ചെടികളുണ്ടായി, വൃക്ഷങ്ങൾ വളർന്നു വലുതായി, അത് വലിയൊരു വനക്കൂട്ടമായി മാറി. സന്തോഷം. ഒരു കാലത്ത് അത് മരുഭൂമിയായിരുന്നു. എന്നാൽ ദൈവത്തിൻ്റെ ആത്മാവ് അവരുടെ മേൽ വന്നപ്പോൾ അവിടെ ജീവിതം, ചലനം ഉണ്ടാക്കുവാൻ തുടങ്ങി.
ഒരു വലിയ ചൈതന്യം അവരുടെ മുഖത്ത് പ്രകാശിക്കുവാൻ തുടങ്ങി. ദൈവത്തിൻ്റെ ആത്മാവിന് കെട്ടുപോയ ജീവിതങ്ങളെ ജീവിപ്പിക്കാൻ കഴിയും എന്നർത്ഥം. മരുഭൂമിയെ ഉദ്യാനമാക്കുവാൻ കഴിയും. നമ്മുടെ ജീവിതത്തിൽ മരുഭൂമിയെ കണ്ട് മനസ്സിൽ ഭാരപ്പെടുന്ന അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾക്ക് ചെയ്യാൻ കഴിയുന്നത് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ മേൽ ഉയരത്തിൽ നിന്ന് പതിക്കുവാൻ എന്താണ് വഴി? ഉയരത്തിൽ നിന്ന് ശക്തി വരുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ ശൈലികളും മാറുന്നു, നമ്മുടെ വാക്കുകൾ മാറുന്നു. പ്രകാശം കണ്ട കുഞ്ഞുങ്ങളെ പോലെ ഒരു മഴ പെയ്യാതിരുന്ന് അനേക നാളുകൾ മഴ പെയ്യാതിരുന്ന് പെട്ടെന്നൊരു കോളും മഴയും ഒക്കെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നറിയാം? പെട്ടെന്ന് മഴയ്ക്ക് ഇറങ്ങി ആ മഴ നനഞ്ഞ് കളിക്കാൻ കുഞ്ഞുങ്ങളെല്ലാം വ്യഗ്രതപ്പെടും. ഉല്ലാസത്തിൻ്റെ സന്തോഷത്തിൻ്റെ ദിവസങ്ങൾ നമ്മുടെ നാട്ടിലൊക്കെ കണ്ടിട്ടില്ലേ? ആലിപ്പഴം പെയ്യുന്നു, മഴ പെയ്യുന്നു, വൃക്ഷങ്ങളെല്ലാം സന്തോഷിക്കുന്നു. ചത്തുണങ്ങിപ്പോയതായ വൃക്ഷങ്ങളും പുല്ലുകളും എല്ലാം മുളച്ച് പിറ്റേ ദിവസം മനോഹാരിതമായി അതെല്ലാം വളരെ പ്രത്യാശയോടുകൂടെ അത് കിളിച്ചു വരുന്ന ആ മനോഹര കാഴ്ച കാണുവാൻ കഴിയും. ഉണക്കുകാലം കഴിഞ്ഞിട്ട് പെട്ടെന്നൊരു മഴ പെയ്താൽ ഉടനെ പെട്ടെന്ന് കൃഷിക്കാർ എന്ത് ചെയ്യുന്നവരോ പെട്ടെന്ന് കപ്പയിടും, ചേന നടും, കാച്ചിൽ നടും, ചേമ്പ് നടും. അവർക്ക് പിന്നെയും പ്രതീക്ഷ മഴ ഇനിയും പെയ്യും. കപ്പ നടുമ്പോൾ ചിലരൊക്കെ ചോദിക്കും, മഴ ഇനിയും പെയ്തില്ലെങ്കിൽ എന്ത് ചെയ്യും? എന്നാൽ നല്ല കൃഷിക്കാരൻ ആകാശത്തേക്ക് നോക്കി മഴയുടെയും മേഘങ്ങളുടെയും ഭാവം നോക്കും. ഇനിയും മഴ വരുന്നുണ്ടോ? ദൈവത്തിൻ്റെ ആത്മാവ് ആത്മീക ഭാഷയിൽ നമ്മളോട് പറയുകയാണ്, നിന്റെ ജീവിതത്തിലെ വരൾച്ച നീങ്ങുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് ഉയരത്തിൽ നിന്ന് നിന്റെ മേൽ വസിക്കുമ്പോൾ വീട്ടിലെ വാക്കുകളും ഭാഷകളും എല്ലാം മാറുന്നു. നമ്മുടെ മുഖത്ത് ചിരി വിരിയും, സന്തോഷം വരികയും ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മൾ സന്തോഷിക്കുന്നതിനിടയായിത്തീരും. ഉദ്യാനത്തിൽ എന്ന പോലെ മനുഷ്യർ വെളിയിലേക്ക് ഇറങ്ങി സന്തോഷിക്കുവാനും സന്തോഷത്തിൻ്റെ വാക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുവാനും തുടങ്ങും. ദൈവത്തിന് സ്തോത്രം. വരൾച്ചയ്ക്ക് ശേഷം മഴ പെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നറിയാം? നമ്മുടെ ദൂരദേശത്തുള്ളവരോടെല്ലാം വിളിച്ചു പറയും, ഇവിടെ മഴ പെയ്തു, അവിടെ എങ്ങനെയുണ്ട്? അല്ലെങ്കിൽ അന്യനാട്ടിൽ നമ്മുടെ നാട്ടിൽ നിന്ന് കുറേ അകലെയുള്ളവരുടെ ബന്ധുക്കളോടൊക്കെ നമ്മൾ ചോദിക്കും, ഇവിടെ ഞങ്ങൾക്ക് മഴയുണ്ട്, നിങ്ങൾക്ക് എങ്ങനെയുണ്ട്? ഇവിടെ ഇത്ര നേരം മഴ പെയ്തു. ആ മഴയുടെ വർണ്ണം ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ മേൽ വസിക്കുമ്പോഴും ഈ അനുഭവമാണ് നമ്മുടെ ജീവിതത്തിൽ തരുന്നത്. ദൈവാത്മാവില്ലാതെ ഐശ്വര്യമായ ഒരു ജീവിതം ചെയ്യുവാൻ മനുഷ്യനെ കൊണ്ട് സാധിക്കുകയില്ല. മനുഷ്യൻ എപ്പോഴും അവൻ്റെ ജീവിതത്തിൽ അതൃപ്തിയുള്ള ഒരു കാലഘട്ടത്തിൽ കൂടെ കടന്നു പോകും. ദൈവമില്ലാത്ത ഭവനത്തിൽ പ്രത്യാശയില്ല. അവരെന്ത് ചെയ്തിരുന്നാലും അതിലൊരു പൂർണ്ണത കാണാൻ കഴിയുകയില്ല. എപ്പോഴും ഫലമില്ലാത്ത അനുഭവം. നമ്മുടെ ജീവിതത്തിൽ അങ്ങനെയുണ്ടോ? നമ്മൾ നടുന്നതൊന്നും കിളിക്കാതെ, പ്രയത്ന ഫലങ്ങളൊന്നും നമുക്ക് അനുഭവിക്കാൻ കഴിയാതെ ജീവിതത്തിൽ നിരാശ മാത്രമാണോ തരുന്നത്? എങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവ് ഉയരത്തിൽ നിന്ന് നമ്മളിന്മേൽ വസിച്ചിട്ടില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. നമ്മുടെ ഭവനത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് ഇറങ്ങി വരുമ്പോൾ ഭവനാന്തരീക്ഷം മാറും. ഏത് കലക്കപ്പെട്ട കുടുംബ അന്തരീക്ഷത്തിനും വ്യത്യാസമുണ്ടാകും. ചൈതന്യം അവിടെ ഉണ്ടാകും, സന്തോഷമുണ്ടാകും, സ്നേഹം വർദ്ധിക്കും. അവിടെ ഒരു ഉല്ലാസത്തിൻ്റെ ദിവസങ്ങൾ കടന്നു വരും. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എങ്ങനെ ഉയരത്തിൽ നിന്ന് ശക്തി ലഭിക്കാൻ കഴിയും? കർത്താവ് ശിഷ്യന്മാരോട് സ്വർഗാരോഹണം ചെയ്യുന്നതിന് മുൻപ് അവരോട് പറയുകയാണ്, നിങ്ങൾ ജെറുസലേമിൽ നിന്നും വാങ്ങിപ്പോകാതെ ഉയരത്തിൽ നിന്ന് നിങ്ങൾക്ക് വേണ്ടി വാഗ്ദത്തം ചെയ്ത പരിശുദ്ധാത്മാവിന് വേണ്ടി കാത്തിരിക്കണം. ആ ആത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ പ്രവചിക്കും, നിങ്ങൾ അന്യഭാഷകളിൽ സംസാരിക്കും, നിങ്ങൾ അത് പറയും, ഇത് പറയും, ഇതൊക്കെ അത്ഭുത പ്രവൃത്തികൾ ചെയ്യും, വീര്യപ്രവൃത്തികൾ ചെയ്യും. സകല നന്മകളിലും ആത്മാവ് നിങ്ങളെ വഴി നടത്തും. ദൈവത്തിന് മഹത്വം. ഈ പ്രഭാതത്തിൽ നിങ്ങളുടെ മേൽ പ്രവചനത്തിൻ്റെ ആത്മാവ് വരുമെന്നല്ല ദൈവാത്മാവ് പറയുന്നത്. ദൈവത്തിൻ്റെ ശക്തി നമ്മളുടെ മേൽ കടന്നു വരുവാൻ നാം ജെറുസലേമിൽ നിന്നും വാങ്ങിപ്പോകാത്ത ഒരു അനുഭവം. എന്താണ് ജെറുസലേം? ദൈവത്തിൻ്റെ നഗരത്തിൽ നിന്ന് ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നിന്നും വാങ്ങിപ്പോകാതെ, പുറകോട്ട് പോകാതെ, ചിതറിപ്പോകാതെ, ഒന്നും അറിയാത്തവരെ പോലെ നാട്ടുകാരുടെ മുമ്പിൽ നാം ഭോഷത്വം സംസാരിക്കുമാറ്, കർത്താവിനെ കുറിച്ചൊരു വാക്ക് ചോദിച്ചാൽ എനിക്കറിയില്ല എന്ന് പറയാൻ ഇടയാകാതെ, അല്ലെങ്കിൽ ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തുവിനെ കുറിച്ച് 4 പേർ ചോദിക്കുന്നിടത്തും പറയുന്നിടത്തും ഒരു വാക്ക് പറയുവാൻ നിനക്ക് അറിവില്ലാതെ, അതിനെക്കുറിച്ച് വലിയ ധാരണയില്ലാതെ വരാതിരിപ്പാൻ കർത്താവ് പറയുകയാണ്, പോകരുത്, പോകരുത്, നിങ്ങൾ പട്ടണം വിട്ട് പോകരുത്. ഉയരത്തിൽ നിന്ന് ശക്തി ലഭിക്കുവോളം ഇവിടെ തന്നെ പാർക്കുവീൻ. പ്രൈസ് ദി ലോർഡ്. ജെറുസലേമിൽ തന്നെ പാർക്കുവീൻ.
ദൈവത്തോടുള്ള ബന്ധത്തിൽ പാർപ്പീൻ. അവിടെ നിന്ന് മാറിപ്പോയാൽ, ശക്തിയില്ലാതെ പോയാൽ എന്ത് ചെയ്യുമെന്ന് അറിയാമോ? ആരെന്ത് ചോദിച്ചാലും തക്കതായ മറുപടി നമുക്ക് പറയാൻ കഴിയില്ല. നമ്മുടെ ഭവനത്തിലെ അതൃപ്തമായ ജീവിതത്തിൽ, ഛിന്നഭിന്നമായ ജീവിതത്തെക്കുറിച്ച് ആരെങ്കിലും ചോദിച്ചാൽ നമുക്ക് കൊടുക്കാൻ ഒരു മറുപടിയില്ല. അതിൻ്റെ കാരണം അറിയില്ല. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ളതായ ആ വലിയ പ്രയാസത്തെയും ബുദ്ധിമുട്ടുകളെയും കുറിച്ച് ആരെങ്കിലും ചോദിച്ചാൽ നമ്മൾ ഭിന്നതയുള്ള വാക്കുകൾ സംസാരിക്കും, പ്രത്യാശയില്ലാത്ത വാക്കുകൾ സംസാരിക്കും. ഒരാളെക്കുറിച്ച് കുറ്റം പറയും, ചേർച്ചയില്ലായ്മ സംസാരിക്കും. കുഞ്ഞുങ്ങളെക്കുറിച്ച് ചോദിച്ചാൽ കുഞ്ഞുങ്ങളുടെ നെഗറ്റീവ് പോയിന്റ് എടുത്ത് പറയും. നമ്മെക്കുറിച്ച് ചോദിച്ചാൽ നമ്മുടെ ഇല്ലായ്മകളെക്കുറിച്ച് സംസാരിക്കും. എന്നാൽ ആത്മാവ് നമ്മുടെ മേൽ വരുമ്പോൾ നമ്മുടെ മരുഭൂമി മുഴുവനും ഉദ്യാനമായി തീരുന്നു. ആ ഉദ്യാനത്തെക്കുറിച്ച് നമുക്ക് ധാരാളം സംസാരിക്കുവാനുണ്ട്. ആ ഉദ്യാനത്തിന് വളർച്ചയുണ്ട്. ആ ഉദ്യാനം വളർന്ന് 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 അതിതാ ഒരു വനം പോലെയായിത്തീരുന്നു. വലിയ വൃക്ഷങ്ങൾ അവിടെ ഉണ്ടാകും, ഫലം കായ്ക്കുന്ന വൃക്ഷങ്ങൾ, അത് ഫലം തരുന്നു. അങ്ങനെ മരുഭൂമി മഴ പെയ്ത് കുതിർന്നു കഴിഞ്ഞാൽ ഉടനെ അവിടെ ഉദ്യാനം പോലെ പുൽപ്പുറങ്ങൾ പ്രത്യക്ഷപ്പെടുന്നു. ഇറങ്ങി നടക്കുവാൻ നല്ല മനോഹരമായ അന്തരീക്ഷം അവിടെ ഉണ്ടാകുന്നു. കാറ്റ് വീശുന്നു, നല്ല സന്തോഷം, എല്ലാം കൃഷി ഇറക്കുവാനുള്ള ഒരു ആവേശം. ആ കൃഷിയും ആ ചെടികളും ആ മരങ്ങളും ഒക്കെ വളർന്നു കഴിഞ്ഞാൽ അത് നമുക്ക് തണല് തരുന്നു, നമുക്ക് ആശ്വാസം തരുന്നു, നമുക്ക് ഫലങ്ങളെ തരുന്നു. നാം ദേശത്ത് പ്രശംസയുള്ളവരായിത്തീരുന്നു. നമ്മുടെ കുടുംബത്തെക്കുറിച്ച് അങ്ങനെയുള്ള ഒരു അനുഭവത്തിലേക്ക് വരുമ്പോൾ നമുക്ക് സംസാരിക്കുവാൻ വളരെയധികമുണ്ട്. പ്രത്യാശയുള്ള വാക്ക്. എന്താണ് പ്രത്യാശയുള്ള വാക്ക് പറയുന്നത്? ഒരു കാലത്ത് ഞാൻ വറ്റി വരണ്ട കിണർ പോലെ ആയിരുന്നു, വറ്റി വരണ്ട തോടുകളെ പോലെ ആയിരുന്നു, മരുഭൂമിയുടെ അനുഭവമായിരുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ പ്രയോജനങ്ങളൊന്നുമില്ലാത്തൊരു ജീവിതം, പ്രയോജനമില്ലാത്ത സംസാരം, സ്നേഹമില്ലാത്ത ജീവിതം അല്ലെങ്കിൽ എന്നാൽ ജീവിതത്തിൽ വിശ്വാസത്തിൻ്റെ, സ്നേഹത്തിൻ്റെ, പ്രത്യാശയുടെ വാക്കുകളൊന്നും ഞങ്ങളുടെ ഭവനത്തിൽ ഉണ്ടായിരുന്നില്ല. എന്നാൽ ഈ മഴ പെയ്തതിന് ശേഷം, ആത്മാവ് ഞങ്ങളുടെ മേൽ വന്നതിന് ശേഷം, ഞങ്ങളുടെ മേൽ ഉയരത്തിൽ നിന്ന് ശക്തി വന്നപ്പോഴോ ഞങ്ങളുടെ അവസ്ഥയ്ക്ക് വ്യത്യാസമുണ്ടായി, ഭവനത്തിൽ വ്യത്യാസമുണ്ടായി, കുഞ്ഞുങ്ങൾക്ക് വ്യത്യാസമുണ്ടായി, വിദ്യാഭ്യാസത്തിന് വ്യത്യാസമുണ്ടായി, ദൈവത്തോടുള്ളതായ ബന്ധത്തിന് വ്യത്യാസമുണ്ടായി, വരുമാനത്തിന് വ്യത്യാസമുണ്ടായി, ജോലിയിൽ വ്യത്യാസമുണ്ടായി. കൃഷിയിടങ്ങളിൽ നിന്ന് കൃഷി വർദ്ധിപ്പിച്ചു, വരുമാനം കിട്ടി. ഞങ്ങളുടെ ജീവിതം ഇപ്പോൾ സന്തോഷഭരിതമാകും. എപ്പോൾ? ഉയരത്തു നിന്ന് ആത്മാവ് നമ്മുടെ മേൽ വരുമ്പോൾ. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ മക്കളെ, നമ്മുടെ ജീവിതത്തിലെ ആത്മീകമല്ലാത്ത ജീവിതം, ആത്മാവില്ലാത്ത ജീവിതം, ഉയരത്തിൽ നിന്ന് ശക്തി ലഭിക്കാത്തതായ ജീവിതം മരുഭൂമിയുടെ അനുഭവം പോലെ ആയിരിക്കും. തൊടുന്നതെല്ലാം നഷ്ടം, തൊടുന്നതൊന്നും പച്ച പിടിക്കാതെ, ജീവിതത്തിൽ സ്നേഹമില്ലാത്ത ജീവിതം, വറ്റുവരണ്ട കിണറുകളെ പോലെ, തോടുകളെ പോലെ, അല്ലെങ്കിൽ നദികളെ പോലെ എല്ലാം മണലാരണ്യം മാത്രം നമുക്ക് കാണുവാൻ കഴിയും. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ മേൽ വരുമ്പോൾ, നമ്മുടെ ഭവനത്തിൽ ഇറങ്ങി വരുമ്പോൾ, അത് വ്യക്തികളെ, ജീവിതങ്ങളെ, കുടുംബങ്ങളെ, ഭാര്യയെ, ഭർത്താവിനെ, കുഞ്ഞുങ്ങളെ, മാതാപിതാക്കളെ, സഹോദരങ്ങളെ, അയൽപക്കങ്ങളെ, അവരെല്ലാവരെയും പോഷിപ്പിക്കുന്നു. സന്തോഷജനകമായൊരു, ആനന്ദകരമായൊരു ജീവിതം ഉണ്ടാകുന്നു. നമ്മുടെ ജീവിതത്തിലെ പോരായ്മകൾ അതെല്ലാം മാറി സന്തോഷപ്രദമായ, ആനന്ദകരമായ ഒരു ജീവിതം ദൈവസന്നിധിയിൽ കഴിക്കുവാനത് സാധ്യമായിത്തീരുന്നു. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. രോഗങ്ങളാകുന്നു, നാം ബലവാന്മാരായിത്തീരുന്നു, ശക്തിയുള്ളവരായിത്തീരുന്നു. കാരണം പ്രത്യാശയുള്ള ഒരു സമയം ഇതാ നമ്മുടെ മുൻപിൽ കടന്നു വന്നിരിക്കുന്നു. ഈ പ്രത്യാശയുടെ അനുഭവം കടന്നു വരുവാൻ, നമ്മുടെ മേൽ ഉയരത്തിൽ നിന്നുള്ള ഒരു ശക്തി ലഭിച്ച് ആത്മാവ് നമ്മുടെ മേൽ കടന്നു വരുവാൻ വേണം നമ്മുടെ ജീവിതത്തിൽ അങ്ങനെയുള്ളൊരു ഭാഗ്യ അനുഭവം കർത്താവ് നമുക്ക് തരുമാറാകട്ടെ. ഇന്ന് നാം വായിച്ചതായ വേദഭാഗത്തിലേക്ക് നമുക്ക് വീണ്ടും വരാം. യെശയ്യാപ്രവചനം 32-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യം. ഉയരത്തിൽ നിന്ന് ആത്മാവ് നമ്മുടെ മേൽ വരുവോളം തന്നെ അപ്പോൾ മരുഭൂമി ഉദ്യാനമായി തീരും, ഉദ്യാനം അത് വനമായി എണ്ണപ്പെടും. അതിനു മുമ്പ് ഇത് വനമായിട്ട് എണ്ണപ്പെടുന്നില്ലായിരുന്നു. ഉയരത്തിൽ നിന്ന് ശക്തി വന്നപ്പോൾ, ആത്മാവ് വന്നപ്പോൾ നമ്മുടെ വയലിന് ഒരു പ്രത്യേക പേര് എന്താണെന്നറിയാം? അത് വനം പോലെ, അത് സമൃദ്ധിയായി നിൽക്കുന്ന ഒരു ഭവനം, സമൃദ്ധിയുള്ള ഭവനം, ഫലമുള്ള ഭവനം എന്ന് എണ്ണപ്പെടുന്നതിനിടയായിത്തീരും. ദൈവത്തിൻ്റെ ആത്മാവിനാൽ നിറയപ്പെട്ട് ചൈതന്യമുള്ളൊരു ജീവിതം, സന്തോഷമുള്ളൊരു ജീവിതം, മരുഭൂമി അകന്ന ജീവിതം, ഫലഭൂയിഷ്ഠമായ ജീവിതം നമ്മുടെ ജീവിതത്തിലുണ്ടാകുവാൻ ഈ പ്രഭാതത്തിലെ വചനം നിങ്ങളെ സഹായിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു.